ശിവപ്രീതിക്കായി നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വ്രതാനുഷ്ഠാനമെന്നാണ് ശിവരാത്രിയെ പറയുന്നത്. അപ്പോൾ പരമശിവനെക്കുറിച്ച് നമുക്ക് പ്രേക്ഷകരുടെ അടുത്തൊന്ന് സംസാരിച്ചല്ലോ സാറേ. ശിവൻ്റെ ഈ തത്വത്തിനെ പറ്റി, പ്രത്യേകിച്ച് ഈ ശിവലിംഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പൊതുവെ ഹിന്ദുക്കൾക്കും തെറ്റിദ്ധാരണ കാണും. മറ്റും മതസ്ഥരായ ചില ആളുകൾ കളിയാക്കാൻ വേണ്ടി ഇത് ശിവൻ്റെ ഏതോ ഒരു അവയവമാണ് എന്ന് കരുതുന്ന ആളുകളുണ്ട്. പൊതുവെ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ അവയവങ്ങളുണ്ടല്ലോ, അതുപോലൊരു അവയവമാണ് ശിവലിംഗം എന്ന് ധരിച്ചു വശായ ധാരാളം ആളുകൾ നാട്ടിലുണ്ട്. അങ്ങനെയില്ല, അങ്ങനെയല്ല അതിൻ്റെ സങ്കല്പം. അത് ഒരു പ്രകാശ ഗോപുരം എന്നുള്ള തത്വമാണ് അതിൻ്റെ അകത്തുള്ളത്. ഒരു പില്ലർ എന്നുള്ള അർത്ഥത്തിലാണ് ശിവലിംഗത്തിനെ കണക്കാക്കുന്നത്. അതായത് പ്രകാശത്തിൻ്റെയൊക്കെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം അന്തവും കാണാത്ത ഒരു ഗോപുരം, തൂണ്, ആ രീതിയിലൊക്കെയാണ് പുരാണങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ശിവലിംഗം എന്ന് പറഞ്ഞാൽ മനസ്സിലാകുന്നത്. അതല്ലാതെ അതൊരു ഓർഗൻ, അവയവം എന്നുള്ള നിലക്കല്ല നമ്മുടെ പുരാണ തത്വങ്ങളിൽ കണക്കാക്കപ്പെടുന്നത്. അങ്ങനെ ആരെങ്കിലും കണക്കാക്കിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റിദ്ധാരണയാണ്. അപ്പോൾ ശൈവമതം കാണുന്നത്, ഇപ്പോൾ ഇന്ന് കുംഭമേളയുടെ അവസാനം ദിവസമാണ്, അത് അവസാനിക്കുകയാണ്. അപ്പോൾ ശൈവമതം കാണുന്നത് ഈ ശിവനെ തന്നെ ഒരു അടിസ്ഥാന തത്വമായിട്ടാണ് കാണുന്നത്, അരൂപി ആയിട്ടാണ് കാണുന്നത്. ജീവനെ സംബന്ധിച്ച് 36 തത്വങ്ങൾ ഉള്ളതായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് നമ്മുടെ സനാതനധർമ്മത്തിൽ. ആ 36 തത്വങ്ങളിൽ ആദ്യത്തേത് ഭൂമി. ശിവൻ എന്ന് പറയുന്നത് 36ാമത്തെ തത്വം ആണ്. അപ്പോൾ ആകെ 36 തത്വങ്ങളുള്ളതിൽ അവസാനത്തെ തത്വമായിട്ടാണ് ശിവന്. അതായത് നമ്മുടെ ആത്മീയ തൃഷ്ണയുടെ അല്ലേ, അത് പൂരിപ്പിക്കാൻ വേണ്ട ജീവിതത്തിൽ 36 തത്വങ്ങൾ. ആദ്യത്തേത് ഭൂമി, 36ാമത്തേത് ശിവൻ. അതാണ് ആത്യന്തിക സത്യം എന്നുള്ളതാണ് നമ്മുടെ സനാതനധർമ്മത്തിലെ കാഴ്ചപ്പാട്. ശിവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ശിവലിംഗം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചൈതന്യമാണത്. ഡിവിനിറ്റി എന്ന് പറഞ്ഞാണ് ചൈതന്യം. അരൂപിയായിട്ടാണ് ശിവനെ കണക്കാക്കുന്നത്. പക്ഷേ സർവവ്യാപിയാണ് താനും. അദ്വൈതത്തിൽ അങ്ങനെ കാണാനും പറ്റുള്ളൂ. അപ്പോൾ അത് നമ്മുടെ ഉള്ളിലെ ഈ ബോധം എന്ന് പറയില്ലേ, കോൺഷ്യസ്നെസ്, അതാണ്. ഇപ്പോൾ കോൺഷ്യസ്നെസ്സിനെ പറ്റി കഴിഞ്ഞ ദിവസം നമ്മൾ അതിൻ്റെ ശാസ്ത്രീയ തത്വം, ഈ നമ്മുടെ ആത്മാവ് ശരീരം വിട്ടു പോകുന്നു എന്നുള്ളതിന് ശാസ്ത്രീയ തെളിവുകൾ വന്നതിനെ പറ്റി ഒരു ചർച്ച നമ്മൾ ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ തലച്ചോറിലൊരു പ്രകാശധാര രൂപപ്പെടുന്നത് EEG ക്യാപ്ചർ ചെയ്തിട്ടുണ്ട്. ആ ദൃശ്യം എന്ന് പറഞ്ഞിട്ട് 8 സെക്കൻഡോളം, 3 മുതൽ 8 സെക്കൻഡ് വരെ നിലനിൽക്കുന്നൊരു പ്രതിഭാസം. ഈ ബോധം എന്ന് പറഞ്ഞത് അഗാധ തലങ്ങളിൽ കുടികൊള്ളുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ ബോധം ആണ് ശിവൻ. ചിതാകാശമാണ് ശിവൻ. ഞാൻ ചിതാകാശ ഗീത എന്ന് പറഞ്ഞ മുമ്പ് ഒരു പുസ്തകം വായിച്ചിട്ടുണ്ട്, സ്വാമി നിത്യാനന്ദ എഴുതിയത്. ആ ഏതോ ഒരു ദ്വീപ് സ്വന്തമാക്കിയ ഒരു അലവലാതി നിത്യാനന്ദയുണ്ട്. അദ്ദേഹത്തിൻ്റെ കാര്യമല്ല ഞാൻ പറയുന്നത്. കാസർഗോഡ് നിത്യാനന്ദ ആശ്രമം ഉണ്ട്. കാസർഗോഡ് ആനന്ദാശ്രമമുണ്ട്, നിത്യാനന്ദാശ്രമമുണ്ട്. വടകരയിൽ എടുത്തു വളർത്തിയ ഒരു അനാഥ ബാലനാണ് വലിയൊരു ആത്മീയ പുരുഷനായി മാറി നിത്യാനന്ദ എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. മറ്റേ അദ്ദേഹത്തിൻ്റെ സമാധി ഗണേഷ് പുരിയിലായിരുന്നു, മഹാരാഷ്ട്രയിൽ. ദാദറിലൊരു ഹോട്ടലിൽ താമസിക്കുന്ന കാലത്ത് ഉച്ചയൂണ് കഴിഞ്ഞ് ജനാലയ്ക്ക് പുറത്തേക്ക് നോക്കിയപ്പോൾ ഈ ആകാശത്ത് വായുവിൽ ഒരു രൂപം ഈ ജനാലയ്ക്കപ്പുറത്ത് നിൽക്കുന്നത് കണ്ടു, സംസാരിച്ചു നിത്യചൈതന്യത്തോട്. എതുക്കിയത് ആരാന്നും മനസ്സിലായില്ല.
അങ്ങനെ സംസാരിച്ച കാര്യം നിത്യചൈതന്യത് യതിചരിതം എന്ന് പറഞ്ഞ ആത്മകഥയിൽ വിവരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് എന്നെ കാണണ്ടേ എന്ന് ചോദിച്ചു. ഞാനൊരാളെ വിടാമെന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ വന്ന് വാതിലിൽ മുട്ടി. ടാക്സി ഡ്രൈവറാണെന്ന് പറഞ്ഞു അയാൾ കൊണ്ടുപോയി. അപ്പോൾ അവിടെ കയറ്റുകെട്ടില്ല, ഒരു ആശ്രമമാണ്, കയറ്റുകെട്ടിൽ ഒരാൾ ഇരിക്കുന്നുണ്ട്. ആ രൂപം കണ്ടപ്പോൾ മനസ്സിലായി ആ ജനാലയ്ക്കപ്പുറത്ത് കണ്ട രൂപമാണത്. അതാണ് ഈ നിത്യാനന്ദ എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് ഈ നമ്മുടെ BR കൃഷ്ണയ്യരുടെ കുടുംബത്തിലെ ഒരാളാണ് എടുത്ത് വളർത്തുകയൊക്കെ ചെയ്തത്, കുഞ്ഞായിട്ട് കിട്ടിയിട്ട് ഈ നിത്യാനന്ദയെ. അപ്പോൾ നിത്യാനന്ദാശ്രമത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ഈ കഥകളൊക്കെ അറിയാവുന്ന. അവിടെ നിന്നാണ് എനിക്ക് ചിതാകാശ ഗീത എന്ന് പറഞ്ഞ പുസ്തകം കിട്ടിയത്. അപ്പോൾ ചിതാകാശമാണ് ശിവൻ എന്നും നമ്മുടെ തത്വത്തിലുണ്ട്. എന്ന് പറഞ്ഞാൽ എന്താണ്? ബോധത്തിൻ്റെ അനന്ത സ്ഥലമാണ് ചിതാകാശം എന്ന് പറഞ്ഞാൽ. അതാണ് നമ്മളതിനൊരു രൂപം കൽപ്പിച്ചിട്ടാണ് ശിവൻ എന്ന് കരുതി ആരാധിക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ആളുകളുടെ ബോധം പലതരത്തിലായിരിക്കും. ചില ആളുകൾക്ക് ഭയങ്കരമായിട്ട് അത് ഭക്തി രൂപത്തിലായിരിക്കും, നമ്മൾ അവരെ വിമർശിക്കേണ്ടതില്ല. ചിലർ ധാരാളം വായിക്കുക, തപസ് ചെയ്യുക, അങ്ങനെയായിരിക്കും ജ്ഞാനമാർഗം. അതും അതിനുള്ള വഴിയാണ് ഇല്ലേ? കർമ്മം വഴി, കർമ്മയോഗി എന്ന് പറയുമല്ലോ. ഇപ്പൊ നരേന്ദ്രമോദിയൊക്കെ പറ്റി എത്ര മണിക്കൂറാണ് പണിയെടുക്കുന്നതെന്ന് നമുക്കറിയാം. അമേരിക്കയിൽ ഇന്ന് കണ്ടു കഴിഞ്ഞാൽ നാളെ അദ്ദേഹത്തിന് ഗുജറാത്തിലും ഒക്കെ കാണാം. അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ ബോധത്തിൻ്റെ ഒരു അനന്ത ആകാശമാണ് ശിവൻ, ചിതാകാശമാണ്. പിന്നെ സഗുണനായിട്ടും നിർഗുണനായിട്ടും കാണുന്നുണ്ട്. സഗുണബ്രഹ്മം, നിർഗുണബ്രഹ്മം എന്ന് പറയുമല്ലോ. രൂപത്തിനും അരൂപത്തിനും അപ്പുറമാണ് ശിവൻ എന്നും തത്വമുണ്ട്. അപ്പോൾ ഇനി ശിവലിംഗത്തിലേക്ക് വന്നാൽ അനന്തമായ പ്രകാശഗോപുരമാണ് ശിവലിംഗം, അല്ലാതെ അതൊരു അവയവമല്ല. ഇപ്പോൾ അതിന് ആ ശിവലിംഗത്തിൽ നോക്കുക, അതിന് തലയുണ്ടോ? ഇല്ല. അതിന് കാലുകളുണ്ടോ? ഇല്ല. അതിനൊരു രൂപമുണ്ടോ? ഇല്ല. അപ്പോൾ ശിരസില്ല, കാലില്ല, അനന്തമാണത്. അതാണ് അതിൻ്റെ കൺസെപ്റ്റ്. ഈ ശരിക്കും ഇതെന്താണെന്ന് കാണാനായിട്ട്, ഇതിൻ്റെ അറ്റം എന്താണ്, അടി എന്താണ് എന്ന് കാണാനായിട്ട് ബ്രഹ്മാവും വിഷ്ണുവും ഭൂമിയിലെത്തിയ ഒരു കഥ പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ശിവലിംഗം എന്താണ്, അതിൻ്റെ രൂപം എന്താണെന്നറിയാൻ അവർ ഭൂമിയിലെത്തി. തല കാണാനായിട്ടാണ് ബ്രഹ്മാവ് വന്നത്. ബ്രഹ്മാവ് നോക്കിയിട്ട് തല കണ്ടില്ല. വിഷ്ണു വന്നത് കാല് കാണാനാണ്, രണ്ടുപേരും. അപ്പോൾ പൂർണ്ണമായി കണ്ടു എന്ന് തോന്നുമല്ലോ രണ്ടുപേർക്കും, ബ്രഹ്മാവിനും വിഷ്ണുവിനും. പക്ഷെ രണ്ടുപേർക്കും അതിന് സാധിച്ചില്ല. അങ്ങനെ അനന്തതയിലേക്ക് വളരുകയും അഗാധതയിലേക്ക് ഊഴ്ന്നിറങ്ങുകയും ചെയ്യുന്ന രൂപത്തിനെയാണ് ഈ ശിവലിംഗം എന്ന് പറയുന്നത്. ഒരു പ്രകാശ ഗോപുരമായിട്ടാണ് കാണേണ്ടത്, ബോധത്തിന്റെ പ്രകാശ. അപ്പോൾ ബോധത്തിൻ്റെയൊക്കെ അങ്ങേ തലക്കിലേക്ക് നിന്ന് അതിനെ ചിന്തിക്കണം അല്ലേ? ഇതിനെ പരിഹസിക്കാൻ വേണ്ടി, അപഹസിക്കാൻ വേണ്ടിയിട്ടും സമൂഹ മാധ്യമങ്ങളിലടക്കം എന്താണ് ഈ ശിവലിംഗം എന്ന് അറിയാതെ അപഹസിക്കുന്ന മാടശ്ശേരി എന്ന് പറഞ്ഞൊരു വിവരദോഷിയുടെ ഒരു കുറിപ്പ് അടുത്ത കാലത്ത് ഉണ്ടായിരുന്നു. ഈ പാലായിലെ ആ രൂപതയുടെ സ്ഥലത്ത് കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ വിവരം ദോഷം കൊണ്ട് പറയുന്നതാണത്, ബുദ്ധിയില്ല. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ ഈ ഒരുപാട് ദേഷ്യം വരുന്ന ആളാണ് ശിവൻ ഭസ്മം പൂശിയൊക്കെ നടക്കുന്നതാണ് അല്ലേ, ചുടല എന്നൊക്കെ പറയും. അപ്പോൾ മുമ്പത്തെ ഈ ശിവരാത്രി ദിവസത്തിന്റെ പ്രാധാന്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ശിവൻ താണ്ഡവമാടിയ ദിവസമാണ്, ശിവതാണ്ഡവത്തിന്റെ ദിവസമാണ്. 1, 2 ശിവൻ പാർവതിയെ വിവാഹം ചെയ്ത ദിവസമാണ് ഈ ശിവരാത്രി എന്ന് പറയുന്നത്. ഇപ്പൊ നടരാജ നൃത്തം, നടരാജന്റെ രൂപം കണ്ടിട്ടില്ല, ഡാൻസ് ചെയ്യുന്നത്. പക്ഷെ ഈ നടരാജ രൂപത്തിന്റെ അടിയിൽ നടരാജൻ ഈ കാല് ചവിട്ടി നിൽക്കുന്നത് അത് അധികം ആളുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതൊരു രാക്ഷസ, ആ കാലിൻ്റെ അടിയിൽ ഈ അപസ്മാരൻ എന്ന് പറഞ്ഞിട്ടൊരു രാക്ഷസനാണ് നിൽക്കുന്നത്.
അപസ്മാരം ആ എന്ന് പറഞ്ഞ് നമുക്കൊരു പ്രയോഗം ഉണ്ടല്ലോ, അതെ 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 ഒരു രോഗാവസ്ഥ. അതെ. അപ്പോൾ മറവി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഞാനൊരു ന്യൂറോ ശാസ്ത്രജ്ഞൻ എഴുതിയ ഒരു ലേഖനം വായിച്ചിട്ടുണ്ട് ഈ നടരാജ. അതുപോലെ നടരാജ നൃത്തത്തിനെ പറ്റി ECG സുദർശനില്ലേ, ശാസ്ത്രജ്ഞൻ, അദ്ദേഹം തിരുവനന്തപുരം സെനറ്റ് ഹാളിൽ നടത്തിയൊരു പ്രസംഗവും ഞാൻ മുമ്പ് കേട്ടിട്ടുണ്ട്. ഈ അപസ്മാരന്റെ മുകളിലാണ് നടരാജൻ ചവിട്ടി നിൽക്കുന്നത്. അത് ഓർമ്മയുടെയും മറവിയുടെയും അടിസ്ഥാനത്തിൽ ഒരു ന്യൂറോ സയന്റിസ്റ്റ് അപഗ്രഥിക്കുന്ന ഒരു ലേഖനം ഞാൻ മുമ്പ് വായിച്ചിട്ടുണ്ട്. അത് അത്ഭുതമായിട്ട് എനിക്ക് തോന്നി. ഒരു സിംബോളിക് ആണല്ലേ? കാരണം ഈ അപസ്മാര രോഗികൾക്കും വരുന്നത് ഇങ്ങനെ ഇതാണല്ലോ, ഓർമ്മയുടെയും മറവിയുടെയും. അതിൻ്റെ മുകളിലുള്ള ഒരു കോസ്മിക് ഡാൻസ് ആയിട്ട്, പ്രപഞ്ച നടനം ആയിട്ടാണ് ഈ നടരാജ നൃത്തത്തിനെ ആവിഷ്കരിച്ചിരിക്കുന്നത്. നമ്മൾ മുഴുവൻ ഇമേജസ്, ബിംബങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയാണ് നമ്മുടെ പുരാണങ്ങൾ കാര്യം പറയുന്നത്, അല്ലേ? കഥകളിലൂടെയാണ് കാര്യം പറയുന്നത്. അപ്പം മുമ്പത്തെ അവതാരത്തിൽ പാർവതി സതിയായിരുന്നു, അല്ലേ? ദക്ഷന്റെ മകള്. അങ്ങനെ ദക്ഷയാഗത്തിന് പക്ഷെ ശിവനെ ക്ഷണിച്ചില്ല. അതുകൊണ്ട് ശിവൻ വന്ന ഈ യജ്ഞസ്ഥലം ദക്ഷന്റെ മുഴുവൻ നശിപ്പിച്ചു കളയുകയാണ്. പിന്നെ സദ്യയെ ഇല്ലേ എടുത്തുകൊണ്ട് പോകുമ്പോൾ പല അവശിഷ്ടങ്ങൾ പല സ്ഥലങ്ങളിലും വന്നു. അവിടെയൊക്കെ ദേവീക്ഷേത്രങ്ങളൊക്കെ ഉണ്ടായി എന്നാണ് ആ കഥയിൽ പറയുന്നത്. അങ്ങനെ കാമദേവനെ തീർക്കാനായിട്ട് ആണ് ഈ മൂന്നാമത്തെ തൃക്കണ്ണ് തുറക്കുന്നത്. അങ്ങനെയും കഥകളുണ്ട്. അവയൊക്കെ പക്ഷേ അഗാധ തലത്തെ സ്പർശിക്കുന്ന കഥകളാണ്. ഈ തത്വങ്ങൾ വ്യക്തമാക്കാനുള്ള കഥകളാണത്. ഇത് ശരിക്കും ഈ ഒരു പ്രപഞ്ച തത്വമാണ് ഈ ശിവൻ എന്നുള്ള സങ്കല്പത്തിൽ അടങ്ങിയിരിക്കുന്നത്. ഓരോരുത്തരുടെയും ഉള്ളിലെ ആത്മീയോർജത്തിൻ്റെ ഈ ബഹിർരൂപമാണ് ഈ ശിവലിംഗം എന്ന് പറഞ്ഞ പ്രകാശ ഗോപുരം എന്നുള്ളതാണ് അർത്ഥം. ശിവന് അജൻ, അനാദി, അനന്തൻ എന്നൊക്കെ പറയാറുണ്ട്. അജൻ, ജനനമില്ലാത്തവൻ, ഇല്ലേ? അനാദി ഇല്ലേ? തുടക്കമില്ലാത്തവൻ, ഇല്ലേ? തുടക്കവും അവസാനവും ഇല്ലാത്തവൻ. അനന്തൻ, ഇല്ലേ? ഇൻഫിനിറ്റ്, ആദിയും അന്തവും ഇല്ലാത്തവൻ എന്ന് പറയാറുണ്ട്. അതുപോലെ സദ്യോജാത എന്നും ശിവനെ പറ്റി പറയും. എന്ന് പറഞ്ഞാൽ എപ്പോഴും നവമായിരിക്കുന്നതെന്നാണ് അതിൻ്റെ അർത്ഥം. നിത്യഹരിതം എന്നൊക്കെ പറയാം. സദ്യോജാതൻ എന്ന് പറയും, സദ്യോജാത. അപ്പോൾ ഈ ശിവലിംഗം എന്ന് പറയുന്നത് അവസാനമല്ല, അത് മുക്തിയുടെ പ്രവേശന കവാടമാണ് ശിവലിംഗം എന്ന് പറയുന്നത്. ആത്മീയ സാക്ഷാത്കാരത്തിൻ്റെ 4 ഘട്ടങ്ങളുടെ തുടക്കമാണ് അത്. അതായത് ശിവന്റെ ആദ്യം 4 ഘട്ടങ്ങളിൽ ആദ്യത്തെ ഘട്ടം സാന്നിധ്യം, ശിവന്റെ ഒരു സാന്നിധ്യം അനുഭവിക്കുക. അത് കഴിഞ്ഞ് സാമീപ്യം, ക്ലോസ്നെസ്, ഇല്ലേ? സാന്നിധ്യം, പ്രസൻസ്, സാമീപ്യം, ക്ലോസ്നെസ്, നമ്മൾ കുറച്ചുകൂടി അടുക്കുകയാണ്. അത് കഴിയുമ്പോൾ സാരൂപ്യം, എംബോഡിമെന്റ് എന്ന് പറയുന്നത്, ഇല്ലേ? അതുമായിട്ട് ഒന്നിച്ച് ചേർന്ന് കാണുക എന്ന് പറയുന്നത്. സായുജ്യം ആണ് 4ാമത്തെ ഘട്ടം. മെർജർ, ലയനം, ശിവനിൽ തന്നെ, ആ തത്വത്തിൽ തന്നെ ലയിക്കുക എന്നുള്ളത്. അപ്പോഴാണ് ആത്മീയ സാക്ഷാത്കാരം വരുന്നത്. പല ഘട്ടങ്ങളായിട്ടാണ് അത് സംഭവിക്കുന്നത്. 12 ജ്യോതിർലിംഗങ്ങളാണ് ഉള്ളത്, അല്ലേ? അതിൽ ആദ്യത്തേതാണ് സോമനാഥ്. മുഹമ്മദ് ഗസ്നി 18 തവണ ആക്രമിച്ച സ്ഥലമാണ്. ആ ജ്യോതിർലിംഗം മറ്റേ ഭൂമിയിൽ നിന്ന് 3 മീറ്റർ ഉയരത്തിലാണ് അന്ന് നിന്നിരുന്നത്. ഈ മുഹമ്മദ് ഗസ്നി വെട്ടുമ്പോൾ മാഗ്നറ്റിക് ആയിരുന്നു. അതാണ് ചെറിയ ഇരുമ്പിൻ്റെ അംശമുള്ള മാഗ്നറ്റിക് കല്ല് ആയിരുന്നു. അതന്ന് തകർത്തപ്പോൾ അതിൻ്റെ പല കഷ്ണങ്ങൾ ദക്ഷിണേന്ത്യയിലേക്ക് ഈ അഗ്നിഹോത്രികൾ കൊണ്ടുവന്നതായിട്ടാണ് ചരിത്രം. അവർ ആ കഷ്ണങ്ങളൊക്കെ ഓരോ ചെറിയ ചെറിയ ശിവലിംഗങ്ങളായിട്ട് രൂപപ്പെടുത്തി. അത് ഈ പലരും വീടുകളിൽ വെച്ച് പൂജിച്ചിരുന്നു. ഇപ്പം ഈ കഷ്ണങ്ങളെല്ലാം കൂടി ശ്രീ രവിശങ്കറിൻ്റെ അടുത്ത് വന്ന് ചേർന്നിട്ടുണ്ട്. അപ്പോൾ ആ ശിവലിംഗം എല്ലാം കൂടി 12 ജ്യോതിർലിംഗങ്ങളിൽ ഒന്നാണ് രാമേശ്വരത്ത്. അപ്പോൾ രാമേശ്വരം മുതൽ 12
ബൈദ്യനാഥ് ഗുജറാത്തിൽ വേറെ ജ്യോതിർലിംഗമുണ്ട്, ഹിമാലയം മുതൽ രാമേശ്വരം വരെ. ആദ്യത്തേത് സോമനാഥ്. അപ്പോൾ 1026 ഗസ്നി ആക്രമിച്ചത്. ഇപ്പോൾ 1000 കൊല്ലം ആവുന്നു. 2026 ആവുമ്പോൾ 500 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് അയോധ്യയിൽ രാമക്ഷേത്രം വന്നത്. 1000 കൊല്ലം കഴിഞ്ഞ് സോമനാഥിലെ ശിവന്റെ പുനഃപ്രതിഷ്ഠ നടക്കാൻ പോവുക. ശിവലിംഗത്തിൻ്റെ ഈ കഷ്ണങ്ങളെല്ലാം കൂടി അവിടെ പോയി പുനഃപ്രതിഷ്ഠ നടത്താൻ പോകുന്നു ശ്രീ രവിശങ്കറിൻ്റെ നേതൃത്വത്തിൽ. അപ്പോൾ ക്ഷേത്രത്തിൽ ഈ 12 ഇപ്പോഴും ഈ ശ്രീ രവിശങ്കർ ഇത് കാണിക്കുമ്പോൾ ഈ മാഗ്നറ്റ് പോലെയാണ് ഓരോ ശിവലിംഗവും ഇരിക്കുന്നത്. അടുത്ത കഷ്ണത്തിനെ ഇത് ആകർഷിച്ചു ഇങ്ങനെ കറങ്ങുന്നുണ്ട്. അങ്ങനെ രാമേശ്വരം മുതൽ 12 ജ്യോതിർലിംഗങ്ങളിലും പോയ ശേഷം 40 ദിവസത്തെ ശുദ്ധീകരണ പ്രക്രിയ കലകർശം നടത്തിയ ശേഷമാണ് സോമനാഥിൽ ഇത് അഭിഷേകം ചെയ്യാൻ പോകുന്നത്. ആ മൂലവിഗ്രഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ ചെയ്യാൻ പോവുകയാണിപ്പോൾ. അപ്പോൾ 12 ജ്യോതിർലിംഗങ്ങൾ സോമനാഥ്, മല്ലികാർജുന, മഹാകാലേശ്വർ, ഓങ്കാരേശ്വർ, ബൈദ്യനാഥ്, ഭീമശങ്കർ, രാമേശ്വരം, നാഗേശ്വരം, വിശ്വനാഥ്, ത്രയംബകേശ്വർ, കേദാർനാഥ്, കൃഷ്ണേശ്വർ. അതാണ് 12 ജ്യോതിർലിംഗങ്ങൾ. ഈ ജ്യോതിർലിംഗങ്ങളുമായിട്ട് ചേർത്തിട്ടൊക്കെ കേന്ദ്രം ഈ എന്താ ഒരു വിനോദ തീർത്ഥാടന പാത ആവിഷ്കരിച്ചിട്ടുമൊക്കെ ഉണ്ട്. അപ്പോൾ അത്രയും സ്ഥലങ്ങൾ നമ്മൾ ഒന്നിച്ച് കാണാനുമൊക്കെ കഴിയുന്നുള്ളൊരവസ്ഥ ഉണ്ടായിട്ടും ഉണ്ട്. ഇതിൽ പല ആളുകളും നമ്മൾ ഈ രാമേശ്വരത്തോ ഒക്കെ പോയിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളുമൊക്കെ പോയി കാണാനായിട്ട് ഈ മഹാശിവരാത്രി ദിവസം ഒരു ആലോചനയെങ്കിലും നമുക്ക് ഈ പ്രേക്ഷകരിൽ തുടങ്ങി വയ്ക്കാൻ കഴിഞ്ഞെങ്കിൽ സാർത്ഥകമായി നമ്മുടെ ഈ ചർച്ച. എന്തായാലും ശിവരാത്രി ദിവസം ഇത്രയും ശിവനെക്കുറിച്ച്, പരമശിവൻ്റെ ഈ ശിവലിംഗത്തെക്കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെയാണ് സാറ് വിവരിച്ചത്. പ്രേക്ഷകർക്കെല്ലാം അത് മനസ്സിലായി കാണുമെന്നും ഉൾക്കൊള്ളാൻ കഴിഞ്ഞു നമുക്ക് വിശ്വസിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.